ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വേറൊരു രാജ്യം ഇവിടെ പാകിസ്ഥാൻ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഈ ആയത്തുൽ ഖമനയുടെ കൊലപാതകം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ഏതാണ്ട് 27ഓളം പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കലാപത്തിൽ പൊതുജനങ്ങളുടെ സൈഡിൽ നിന്നും പലപ്പോഴും പാകിസ്ഥാൻ ഗവൺമെൻറ് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് പല വിഷയങ്ങളിലായിട്ട് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ച ഒരു വിഷയം കൂടിയാണ് ആയത്തുൽ ഖമനയുടെ എലിമിനേഷനോട് കൂടി പാകിസ്ഥാൻ്റെ ഉള്ളിലും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ആണ് നമ്മൾ ഇതിനകത്ത് വിലയിരുത്തുന്നത്. യുദ്ധം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, അതൊരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളൊരു ഇസ്ലാമിക ന്യൂക്ലിയർ പവർ രാജ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ന്യൂക്ലിയർ പവറിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇസ്രായേൽ എത്രയും വേഗം പാകിസ്ഥാൻ്റെ അടുത്തെത്തും, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബോധ്യം അവർക്കുമുണ്ട്. അവരതിനെക്കുറിച്ചുള്ള വെപ്രാളവും വേവലാതിയും വെളിപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ആ വിഷയമാണ് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് നോക്കുന്നത്. ഇറാൻ്റെ യുദ്ധം പാകിസ്ഥാനെ വല്ലാത്ത രീതിയിൽ ഒരു സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ആയത്തുൽ ഖമനയുടെ ആ ഒരു അസാസിനേഷൻ അത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ വല്ലാത്ത രീതിയിൽ ഒരു സ്ട്രാറ്റജിക് ക്രൈസിസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഈ ഇടപെട്ട കാലങ്ങളിൽ എടുത്ത നയം, ഫോറിൻ പോളിസി, ഈ ഫോറിൻ പോളിസിയിൽ വല്ലാത്ത രീതിയിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അവർ മുന്നോട്ട് വെച്ച ഓരോ പ്രവൃത്തികളിലും ഓരോ രാജ്യങ്ങളുമായിട്ടും അവർ പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ അതെല്ലാത്തിലും പരാജയപ്പെടുന്നതായിട്ടാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യമേ തന്നെ നമുക്ക് പാകിസ്ഥാൻ ഫേസ് ചെയ്യുന്ന പ്രഷർ എന്താണെന്നുള്ളത് നോക്കിപ്പോവാം. ഈ പ്രഷറിൽ ഞാൻ ഈ എണ്ണ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുന്നില്ല. കാരണം പാകിസ്ഥാൻ്റെ ഉള്ളിൽ എണ്ണ കിട്ടുന്നില്ല, ഇന്ത്യക്കുള്ളിൽ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ വളരെ ഡീസൻ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ ഉള്ളിൽ എണ്ണ കിട്ടാനില്ല. കാരണം അവർക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ക്രെഡിറ്റ് ബേസിസിലാണ് അവർ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് അവർക്ക് പൈസ ഇല്ലാതെ തന്നെ എണ്ണ കൊടുത്തുകൊണ്ടിരുന്നത്, മീൻസ് കടത്തിന് കൊടുത്തുകൊണ്ടിരുന്നത് ക്രെഡിറ്റ് ബേസിസിൽ. ഇപ്പോൾ തികച്ചും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കേണ്ട സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പൈസ ഇമീഡിയറ്റ് ആയിട്ട് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് അവിടെ മിഡിൽ ഈസ്റ്റിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൊക്കെ എത്രത്തോളം ഇങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് തുടരുന്നുണ്ടോ അത്രത്തോളം പാകിസ്ഥാനും പ്രശ്നമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പുറത്തെ സൈഡിൽ ഇറാനിൽ നിന്നും എണ്ണ കിട്ടും. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനെ മറികടന്നുകൊണ്ട് വേണം ഇറാനുമായിട്ട് ഇവർക്ക് എണ്ണ കച്ചവടം നടത്താൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ അലട്ടുന്നുണ്ട്. ഈ എണ്ണ വിഷയം ഗവൺമെന്റ് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഷോർട്ടേജിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കലാപം രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രഷർ പോയിന്റിലേക്ക് പാകിസ്ഥാൻ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഗാസ പീസ് അക്കോർഡിൽ അമേരിക്കയുമായിട്ട് ചേർന്ന് പാകിസ്ഥാൻ ഗവൺമെന്റ് എടുത്ത തീരുമാനം, ഇത് നമ്പർ 1 പ്രശ്നം. രണ്ടാമത് സൗദി അറേബ്യയുമായിട്ട് ചെയ്ത ഡിഫൻസ് കോപ്പറേഷൻ എഗ്രിമെന്റ്, ആ വാക്ക് ഗവൺമെന്റിന് പാലിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷയം അത് പാകിസ്ഥാനിലെ പൊതുജനങ്ങൾ വരെ ചർച്ചയാക്കുന്നുണ്ട്. സൗദി അറേബ്യയ്ക്ക് നേരെ ഇപ്പം മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോൺ അറ്റാക്കുകളും നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇവിടെ പാകിസ്ഥാനിന് പലതരം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ ആരോടൊപ്പമാണ്? ഇറാനെ ആക്രമിക്കുന്ന അമേരിക്കയോടൊപ്പം പാകിസ്ഥാന് ഗാസ എഗ്രിമെന്റ് ഉണ്ട്, ഗാസ പീസ് അക്കോർഡ് എഗ്രിമെന്റ്. അവിടെ ഇവർ വളരെ ദൃഢമായിട്ടുള്ള ബന്ധമായിട്ട് വൈറ്റ് ഹൗസിൽ വരെ പാകിസ്ഥാനിൽ നിന്ന് പാറ കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കാണിച്ചിട്ട് റെയർ എർത്ത് എലമെന്റ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മറ്റേ മലപ്പുറം കത്തി, തോക്ക്, ഇമാതിരിയുള്ള സാധനങ്ങളുമായിട്ടൊക്കെ പോകുന്ന പോലെ ഒരു ബോക്സുമായിട്ടാണ് അവർ പോയത്. അവിടെ പോയിട്ട് വൈറ്റ് ഹൗസിൽ ഈ ബോക്സ് ഒക്കെ തുറന്ന് കാണിക്കുകയാണ്, തിളങ്ങുന്ന കല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഭയങ്കര ഊഷ്മളമായ ബന്ധം ട്രംപുമായിട്ടുണ്ട്. അപ്പം ഇറാനെ ആക്രമിക്കുന്ന ട്രംപിനെതിരെ ഇവർക്ക് നിലപാടെടുക്കാൻ പറ്റുമോ? ഉത്തരമില്ല. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നുണ്ട്, ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്. അപ്പം ആ ഒരു പൊസിഷനിൽ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ഇറാനെ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുമോ? ഇവിടെയും ഉത്തരമില്ല. ഇനി സൗദി അറേബ്യയുമായിട്ട് ഇവർക്ക് ഡിഫൻസ് പാക്ട് ഉണ്ട്. സൗദി അറേബ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ടായിട്ട് മിലിറ്ററി ഇവരെ അയച്ചു കൊടുക്കാനുള്ള എഗ്രിമെൻ്റാണ് ഇവർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ സൗദി അറേബ്യയ്ക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നത്. അവിടുത്തെ അറാംകോ എന്ന് പറഞ്ഞ എണ്ണ കമ്പനിയിൽ വരെ ആക്രമണം നടത്തി. എന്നിട്ടും പാകിസ്ഥാൻ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ന്യൂക്ലിയർ അംബർല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡിഫൻസ് എഗ്രിമെന്റ് തന്നെ സൈൻ ചെയ്തത്. അപ്പോൾ ഇവിടെ സൗദിക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ലേ? അപ്പോൾ ഈ ഒപ്പുവെച്ച കരാറിന് എന്താണ് വില? അടിക്കാത്ത ലോട്ടറിയുടെ വില പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലാണ് ഇപ്പം കാര്യങ്ങൾ മാറി മറിയുന്നത്. പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ പാകിസ്ഥാന്റെ വില ഇടിയാണ്. അപ്പോൾ സൗദി അറേബ്യയ്ക്ക് വളരെ എഫക്റ്റീവായിട്ട് ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ മിലിറ്ററിയെ ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ മിലിറ്ററി അയച്ചു കൊടുക്കുമോ ഇല്ലയോ?
ഇത്തരത്തിൽ മൾട്ടിപ്പിൾ പ്രഷർ നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ. ഇനി ഇതിനെല്ലാം പുറമെ പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇഷാഖ് ദർ, പുള്ളിക്കാരൻ കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇതെല്ലാം വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പാകിസ്ഥാന്റെ അങ്കലാപ്പ്, പാകിസ്ഥാന്റെ ടെൻഷൻ, പാകിസ്ഥാൻ എന്താണ് ചിന്തിക്കുന്നത്, ഈ ഇറാൻ യുദ്ധം പാകിസ്ഥാനെ ഏത് തരത്തിലാണ് അലട്ടുന്നത്, ഇതെല്ലാം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ട്രൈങ് ടു പ്രിവെന്റ് എസ്കലേഷൻ. ഈ യുദ്ധം മുന്നോട്ട് പോകുന്നതിനോട് പാകിസ്ഥാൻ താല്പര്യമില്ല. അത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് പറയുന്നത്. ആർക്കും യുദ്ധം മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല. ഇപ്പൊ പാകിസ്ഥാൻ മാത്രം ഇത് വന്നിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ ന്യൂക്ലിയർ പവർ ആണ്, എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും പ്രൊട്ടക്ഷൻ ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങളാണ് ന്യൂക്ലിയർ പവർ. ഇന്ത്യ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ വലത്തെ പോക്കറ്റിൽ ഒരു അണുബോംബ്, ഇടത്തെ പോക്കറ്റിൽ ഒരു അണുബോംബ് വെച്ചിട്ടുണ്ട്, ഇത് അപ്പോഴപ്പോഴും എടുത്തങ്ങ് എറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന, എന്തിനു ഭേദം ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാക്കിയ സമയത്ത് പോലും പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും ഇതേ ആണവായുധ ഭീഷണി തന്നെയാണ് അവർ ഇന്ത്യക്കെതിരെ മുഴക്കിയിരുന്നത്. ഇത്തരത്തിൽ കപ്പലണ്ടി മിഠായി പോക്കറ്റിലിട്ട് നടക്കുന്നത് പോലെയാണ് അവർ ആണവായുധത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. എപ്പോഴും പെട്ടെന്ന് ആണവായുധം ഇടുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒരു രാജ്യങ്ങൾക്ക് പോലും പാകിസ്ഥാന്റെ സെക്യൂരിറ്റി കിട്ടുന്നില്ല. അപ്പോഴാണ് പാകിസ്ഥാന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇഷാഖ് ദർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഡിപ്ലോമാറ്റിക്കലി ഇറാനുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദ എയിം വാസ് ടു പ്രിവെന്റ് ഇറാൻ ഫ്രം എസ്കലേറ്റിംഗ് അറ്റാക്ക് ഓൺ സൗദി അറേബ്യ. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അതായത് ഇവർ പറഞ്ഞതുകൊണ്ടാണ് ഇറാൻ ഇപ്പം സൗദി അറേബ്യയ്ക്ക് മേളിൽ ആക്രമണം നടത്താതിരിക്കുന്നത് എന്നുള്ള അവകാശവാദവും ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യയ്ക്കുള്ളിൽ ഇന്ന് രാവിലെ കൂടി 16ഓളം ഡ്രോൺ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിലുപരിയായിട്ട് പല എണ്ണപ്പാടങ്ങളെയും അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിലവിലെ മിലിറ്ററി എസ്കലേഷൻ ഗൾഫ് റീജിയനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നുണ്ട് ഇറാന്റെ സൈഡിൽ നിന്ന്. ഇതാണ് യാഥാർത്ഥ്യം. എന്നാലും സൗദി അറേബ്യയുടെ സിറ്റുവേഷൻ വളരെ സ്റ്റേബിൾ ആണ് എന്നാണ് ഇഷാഖ് ദർ പറയുന്നത്. ഞങ്ങളിപ്പോൾ അവിടെ സൗദി അറേബ്യയ്ക്ക് പോയി സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല, അവർ ഓൾറെഡി തന്നെ സ്റ്റേബിൾ ആണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ പേടിക്കുന്നുണ്ട്. എന്തിനാണ് പേടിക്കുന്നത്? ഇറാനിൽ ഉണ്ടാകാൻ പോകുന്ന റെജീം ചേഞ്ചിനെ കുറിച്ച് പാകിസ്ഥാൻ പേടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റെജീം ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ പോളിസി മേക്കേഴ്സ് വറീഡ് അബൌട്ട് ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് ഇൻ ദ റീജിയൻ. അവിടെ നിലവിലുള്ള ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ കൊലാപ്സ് ആവും, പുതിയ ജിയോ പൊളിറ്റിക്സ് അവിടെ ഡെവലപ്പ് ആവും. അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്സിനെ അവർ ആശങ്കയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. അവർ ഇതിനകത്ത് ചില പോസിബിൾ കോൺസിക്വൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇന്ത്യ ഇസ്രായേൽ ആക്സിസ്. എന്താണ് ഇന്ത്യ ഇസ്രായേൽ ആക്സിസ്? പാകിസ്ഥാന്റെ വെസ്റ്റേൺ ബോർഡറിൽ നിലകൊള്ളുന്ന ബലൂചിസ്ഥാൻ, ഈ ബലൂചിസ്ഥാന്റെ ബോർഡറിൽ ഇസ്രായേൽ ഇന്ത്യ ആക്സിസ് എത്തുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്യും, അപ്പുറത്തെ സൈഡിൽ ഇസ്രായേലിന് ഒരു എഡ്ജ് കിട്ടുകയാണ്. അതായത് ഇറാനിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന, അമേരിക്ക അനുകൂലിക്കുന്ന തരത്തിലുള്ള റെജീം വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് വളരെ ഫ്രീ ആയിട്ട് പാകിസ്ഥാന്റെ അടുത്തുള്ള ബലൂചിസ്ഥാൻ ബോർഡർ വരെ എത്താൻ പറ്റും ഇസ്രായേലിന്. അത്രത്തോളം വിസിബിലിറ്റി അവിടെ കൃത്യമായിട്ട് പാകിസ്ഥാനെ നിരീക്ഷിക്കാൻ, പാകിസ്ഥാന്റെ ആണവായുധം എവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ അമേരിക്കയ്ക്ക്, CIA-ക്ക്, മൊസാദിനൊക്കെ അറിയാവുന്ന വിഷയങ്ങളാണ്. അത് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ ഇസ്രായേലിന് സാധിക്കും. ഇത് അവരുടെ ആണവായുധ ശേഖരത്തിനുള്ള ഒരു ഭീഷണിയായിട്ടും, അതേപോലെ തന്നെ പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന, പാകിസ്ഥാനിൽ നിന്നും സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ബലൂചിസ്ഥാനും കൂടി അതൊരു സപ്പോർട്ട് സിസ്റ്റം ആവും എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ ആശങ്കപ്പെടുന്നുള്ളത് മാത്രമല്ല, ഇതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. നമുക്ക് വേണ്ടി വന്നാൽ ബലൂചിസ്ഥാനിൽ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ ഓപ്പൺ ആയിട്ട് അതൊന്നും ചെയ്യുന്നില്ല, പക്ഷേ പാകിസ്ഥാൻ ഇതിൽ ആശങ്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു മിനിസ്റ്റർ, എക്സ് മിനിസ്റ്ററാണ് മുഷാഹിദ് ഹുസൈൻ സയ്യിദ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഇറാന്റെ ഉള്ളിൽ ഒരു റെജീം ചേഞ്ച് നടക്കുന്നത് പാകിസ്ഥാന് വളരെ വളരെ ഡേഞ്ചർ ആണെന്നാണ് പറയുന്നത്. അത് ഇസ്രായേലിനെ കൃത്യമായിട്ട് വെസ്റ്റേൺ ബോർഡറിൽ ബലൂചിസ്ഥാന്റെ തൊട്ടടുത്ത് ടഫ്താൻ എന്ന് പറഞ്ഞ ആ സ്ഥലം വരെ എത്തിക്കും എന്നാണ് പറയുന്നത്. ഇസ്രായേലിന് പാകിസ്ഥാന്റെ തൊട്ടടുത്ത് വരെ ഫ്രീഡം കിട്ടുന്നു എന്നുള്ളതാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത്. പാകിസ്ഥാന്റെ ലീഡർഷിപ്പ് സ്ട്രോങ് അല്ല. പാകിസ്ഥാന്റെ പൊതുജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. പാകിസ്ഥാൻ പൊതുജനങ്ങൾ തെരുവിലിറങ്ങും, വലിയ രീതിയിൽ പ്രതിഷേധം രൂപപ്പെടും. ഈ രാജ്യത്ത് ഓൾറെഡി തന്നെ പല പല വിഷയങ്ങൾക്കായിട്ട് പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധവും കലാപങ്ങളും ഉണ്ടാകുമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് 26 പേർ കൊല്ലപ്പെട്ടു. അതേപോലെ പാകിസ്ഥാന്റെ മിലിറ്ററി ഓഫീസ് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാനിലുള്ള ഈ ആയത്തുല്ല ഖമനേയി അനുകൂലികൾ അടിച്ച് തകർത്തിട്ടുണ്ട്. അതുപോലെ US കൗൺസിലേറ്റ്, കറാച്ചിയിലുള്ള US കൗൺസിലേറ്റ് ആക്രമിക്കാനും പ്രതിഷേധകർ എത്തി എന്നുള്ളതാണ് ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. ഇത്തരം വിഷയങ്ങൾ അവിടെ നടക്കുകയാണ്. ഗവൺമെന്റ് ആണെങ്കിൽ ഈ മേഖലകളിലെല്ലാം കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുടർന്ന് മിലിറ്ററി ഡിപ്ലോയ്മെന്റ് നടത്തിയാണ് ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഇച്ചിരി അടിച്ചമർത്തി വെച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ ഖമനേയെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ കശ്മീർ വിഷയത്തിലും അതേപോലെ പാലസ്തീൻ വിഷയത്തിലും ഒരേ നിലപാടുള്ള വ്യക്തിയാണ്. അതായത് ഇന്ത്യൻ കശ്മീർ വരെ പാകിസ്ഥാന് സ്വന്തമാണെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ് ആയത്തുല്ല ഖമനേയി.
അവിടെ പറയുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറയണമല്ലോ. ഇതാണ് ആയത്തുള്ള ഖമനയുടെ ഇറാൻ്റെ നിലപാട് കശ്മീർ വിഷയത്തിൽ. അതേപോലെ പിന്നെ പലസ്തീൻ വിഷയത്തിൽ പറയണ്ടല്ലോ. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുള്ള വ്യക്തിയാണ് ആയത്തുള്ള ഖമനയി. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് ആയത്തുൽ അലി ഖമനയി. അപ്പോൾ പാകിസ്ഥാൻ ജനങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇത് തന്നെയാണ്, പാകിസ്ഥാനോടൊപ്പം ആയിരിക്കണം കശ്മീർ എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലുള്ള പൊളിറ്റീഷ്യൻസ് ഈ കശ്മീരിൻ്റെ വിഷയം എപ്പോഴും ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നത്. അതുപോലെ നല്ലൊരു ഫിലോസഫറാണ്, ഇസ്ലാമിക് ഫിലോസഫറാണെന്നൊക്കെയാണ് പാകിസ്ഥാൻ്റെ ജനങ്ങൾ ആയത്തുൽ ഖമനയെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സൗദി അറേബ്യയുമായിട്ട് ഒരു ഡിഫൻസ് സഹകരണം ഒപ്പുവെച്ചായിരുന്നു പാകിസ്ഥാൻ. അപ്പോൾ ഇപ്പോൾ സൗദി അറേബ്യയ്ക്കുള്ളിൽ ആക്രമണം നടത്തുന്ന ഇറാനെ എതിർത്ത് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പാകിസ്ഥാൻ. അപ്പോൾ ഇതുകൊണ്ട് ഈ ഡിഫൻസ് കരാർ ഇൻവാലിഡ് ആകുന്ന രീതിയിലാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം. അതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവർക്ക് വേറെ മാർഗങ്ങളില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇവരൊക്കെ പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ പറഞ്ഞിട്ടില്ല അത്രേ സൗദി അറേബ്യയെ അറ്റാക്ക് ചെയ്തത് ഞങ്ങളാണ്, അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ എണ്ണപ്പാടങ്ങളെ ആക്രമിച്ചത് ഇറാൻ അല്ല എന്നാണ് പാകിസ്ഥാന്റെ വാദം. പൊതുവിൽ അമേരിക്കയെ പോലും ഇപ്പോൾ പാകിസ്ഥാൻ ഒന്നും പറയുന്നില്ല, ഇസ്രായേലിന്റെ ആക്രമണമാണെന്നും അവർ തുറന്നു പറയുന്നില്ല. ഇറാൻ അല്ല ആക്രമിച്ചത് എന്നുള്ളതാണ് അവരുടെ വാദം. തടിതപ്പാണ്, അത്ര തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യയും കുവൈറ്റ്, ഖത്തർ ഇവരൊക്കെ ചേർന്ന് ഒരുമിച്ച് ഇറാനെതിരെ ഓപ്പറേഷൻസ് നടത്തുമായിരിക്കും എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാൻ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഫേസിങ് കോൺഫ്ലിക്റ്റ് വിത്ത് അഫ്ഗാനിസ്ഥാൻ. ഈ സാഹചര്യത്തിൽ മൾട്ടിപ്പിൾ ഫ്രണ്ട് വാർ ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് പാകിസ്ഥാന്റെ നിലവിലെ അന്തരീക്ഷം. അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇന്റർണൽ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ അവസാനം ഒരു ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റും കൂടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും നിർണായകം. പാകിസ്ഥാൻ ആണെങ്കിൽ ഇപ്പോൾ ഇവരൊരു മീഡിയേറ്ററിന്റെ റോളാണ് എടുക്കുന്നത്. അല്ലാതെ ഇവർ സൗദി അറേബ്യയുമായിട്ട് ഒരു ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡിഫൻസ് സെക്യൂരിറ്റി കൊടുക്കുന്ന രാജ്യം എന്നുള്ള നിലയിലല്ല ഇവർ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ്. ഇവരിപ്പോൾ ഒരു തികച്ചും ഒരു മീഡിയേറ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇവർ മീഡിയേഷൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇവർ തന്നെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ അങ്ങ് പറയുകയാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവർ ഇറാനുമായിട്ട് ചർച്ച നടത്തിയപ്പോഴത്തേക്കും ഇറാൻ്റെ അടുത്ത് നിന്ന് ഇവർക്ക് കിട്ടിയ ഉത്തരം, ഞങ്ങൾ സൗദി അറേബ്യയെ ആക്രമിക്കണം എന്നുള്ളത് ഞങ്ങളുടെ താല്പര്യമല്ല, പക്ഷേ നിങ്ങൾ സൗദി അറേബ്യ അടുത്ത് പറയണം, ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് സൗദി അറേബ്യ അമേരിക്കയുമായിട്ട് ചേർന്ന് ഇറാനെ ആക്രമിക്കത്തില്ല, അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ ബേസിൽ നിന്നും അമേരിക്ക ഇറാൻ്റെ മേളിൽ ഒരു ആക്രമണം നടത്തില്ല എന്നുള്ളൊരു ഉറപ്പ്. അതാണ് അവർക്ക് വേണ്ടത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാൻ്റെ മേളിൽ അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള ഒരു ബേസിൽ നിന്നും ആക്രമണങ്ങൾ നടത്തിയിട്ടേ ഇല്ല. പിന്നെ ഏത് തരത്തിലാണ് പാകിസ്ഥാൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ക്രോസ് മാച്ച് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും പറ്റില്ല. കാരണം ഇറാൻ ഗൾഫ് രാജ്യങ്ങളുടെ മേളിൽ ആക്രമണം നടത്തിയ ഒരു രാജ്യത്തിൽ നിന്ന് പോലും അമേരിക്കയോ ഇസ്രായേലോ ആ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ബേസിൽ നിന്നും ഒരു ആക്രമണം പോലും നടത്തിയിട്ടില്ല ഇറാനെതിരെ. പിന്നെ എന്ത് തരത്തിലാണ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുന്നത്? മസൂദ് പെസസ്കിയാനും ഇന്ന് ഇതേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു രാജ്യങ്ങളും ഇറാനെതിരെ അമേരിക്കയെ അവരുടെ ബേസ് ഉപയോഗിക്കാൻ വിട്ടിട്ടില്ല. അതുകൊണ്ട് ഇറാന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പറയുന്നത് പാകിസ്ഥാൻ. ഇപ്പോൾ ആക്രമണങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ചെറിയ ലൊട്ടിലൊടുക്ക് ന്യായവാദങ്ങളാണ് പാകിസ്ഥാൻ നിരത്തുന്നത്. സൗദി അറേബ്യയ്ക്ക് അറിയാം പാകിസ്ഥാന്റെ സിറ്റുവേഷൻ. അപ്പം അതുകൊണ്ട് സൗദി അറേബ്യ പാകിസ്ഥാനെ ഇപ്പം വിളിച്ച് വരുത്തില്ല എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നതായിട്ട് അവർ പറയുന്നത്. അങ്ങനെ തന്നെ സൗദി അറേബ്യയെ ബൂസ്റ്റ് ചെയ്ത് ഇവർ സംസാരിക്കുന്നത്. എന്നിട്ട് ഒരു ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ്, ആ ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമല്ല, സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്ന ഡിഫൻസ് പാക്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം സൗദി അറേബ്യയെ അറ്റാക്ക് ചെയ്താൽ മാത്രമാണ് അവിടെ പാകിസ്ഥാൻ ഇൻവോൾവ് ആകുക. അല്ലാതെ ഒരു ഇസ്ലാമിക രാജ്യവും തമ്മിൽ അടിയുണ്ടാക്കുമ്പോൾ പാകിസ്ഥാൻ അവിടെ ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല എന്നാണ് പാകിസ്ഥാന്റെ വാദം. പക്ഷേ ഇവിടെ വേറൊരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതേപോലെ തന്നെയായിരുന്നു സിറ്റുവേഷൻ. അന്ന് പാകിസ്ഥാൻ ഇറങ്ങി ചെന്നല്ലോ, എന്തിനിപ്പോൾ ഈ ഇടയ്ക്ക് വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യമൻ ഒരു ഇസ്ലാമിക രാജ്യമല്ലേ? ആ ചോദ്യം അപ്പോഴും പ്രസക്തമാണ്. ഇപ്പം ചോദ്യം എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ എടുക്കുന്ന നിലപാട് ന്യൂട്രലാണോ? നിങ്ങൾ ന്യൂട്രലാണോ? അതിന് ഉത്തരവില്ല. നിങ്ങൾ സൈൻ ചെയ്ത ഡിഫൻസ് പാക്ടിന്റെ പേരിൽ നിങ്ങൾ സൗദി അറേബ്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതിനും ആൻസർ ഇല്ല. നിങ്ങൾ അമേരിക്കക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതിന് ഉത്തരവില്ല. ഇതെല്ലാം വളരെ നിർണായകമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ഞാൻ പറഞ്ഞ ഈ 3 ചോദ്യങ്ങളും നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും പാകിസ്ഥാൻ ഇൻ ട്രബിൾ, ഡീപ് ട്രബിൾ. ഇപ്പം ശരിക്കും ബോർഡ് ഓഫ് പീസ് മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനെ മാത്രമല്ല അമേരിക്കയുടെ നിലപാടിനെയും കൂടി ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. മൊത്തത്തിലുള്ള ഓവറോൾ ജിയോ പൊളിറ്റിക്സിൽ ഗാസ പീസ് അക്കോർഡ് പൂർണ്ണമായ പരാജയം, സമ്പൂർണ്ണ പരാജയം. ഇതിനകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ ഇപ്പോഴും ഗാസ പീസ് അക്കോർഡിൽ വന്ന് സൈൻ ചെയ്തോ ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ ഒരു വോയിസും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ് കാര്യങ്ങൾ. കാരണം ഈ ഗാസ പീസ് അക്കോർഡിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾക്കൊന്നും തന്നെ അമേരിക്ക എതിർത്തുകൊണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടെടുക്കാൻ കഴിയില്ല. പക്ഷേ അതേസമയം ഇവർ പരമാവധി ഇസ്ലാമിക രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്ക് ഇറാനോടൊപ്പം നിൽക്കാനുള്ള ആ ഒരു ഓപ്ഷനും ഇല്ല ഇവിടെ. ശരിക്കും പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗാസ പീസ് അക്കോർഡ് ശരിക്കും ഇറാനെ ആക്രമിക്കുന്നതിൽ ട്രംപിന് ഒരു ഹെൽപ്പായിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളുടെയൊക്കെ വായ മൂടിക്കെട്ടാൻ സാധിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഇറാനെ ഐസോലേറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, തുർക്കി ഇമാതിരിയുള്ള രാജ്യങ്ങളെയാണ് ഞാൻ പറയുന്നത്. ഈ ഗാസ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രോക്സികളുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടെടുത്ത ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ഒരു പരിധിവരെ മുന്നോട്ട് പോയെങ്കിലും ഈ ഗാസ പീസ് അക്കോർഡ് എന്ന് പറഞ്ഞ ഗാസയിലുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമ്പൂർണ്ണ പരാജയമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റ് ഇറാൻ, ഐസൊലേറ്റ് അഫ്ഗാനിസ്ഥാൻ, അതേപോലെ തന്നെ ഈ പ്രോക്സികളെ വീക്കൻ ചെയ്യുക. ഇതാണ് പ്രധാന ലക്ഷ്യം. ട്രംപിൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങിയതോടുകൂടി പ്രോക്സികളെല്ലാം വീക്കാവും എന്നാണ് പുള്ളിക്കാരൻ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇറാനെതിരെ തുടങ്ങിയ ഈ ഒരു യുദ്ധം ഈ പ്രോക്സികളെയൊക്കെ ഇല്ലാതാക്കും എന്നുള്ളൊരു ന്യായവാദം കൂടി പുള്ളിക്കാരൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു വിഷയം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ട്രംപ് സമാധാനത്തിൻ്റെ ഒരു വെള്ളരിപ്രാവായിട്ടാണ് ഇറങ്ങി വന്നത്. നൊബേൽ സമ്മാനം വരെ വേണം എന്ന് പറഞ്ഞിരുന്നു. 8-9 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നുള്ള അവകാശവാദമുണ്ട്. എപ്പോഴും പോക്കറ്റിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴത്തേക്കും അത് എടുത്ത് വായിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ തൊട്ട് പല രാജ്യങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞ് എനിക്ക് നൊബേൽ സമ്മാനം വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇപ്പം ഈ എൻറ്റയർ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അതിന് കാരണവുമായി തീർന്നിട്ടുണ്ട്. ഇത് ജിയോ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റിലാണ് നിങ്ങൾ ഇതിനെ നോക്കി കാണേണ്ടത്. അല്ലാതെ ഇത് ട്രംപിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, ജിയോ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് ആണ്. ഇനിയിപ്പോൾ 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്ക തീർച്ചയായിട്ടും ഈ റീജിയനിലുള്ള പല രാജ്യങ്ങളെയും ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം വെസ്റ്റ് ഏഷ്യയിൽ ഇനി ഒരു യുദ്ധമില്ല എന്ന് പ്രഖ്യാപിച്ച് ഗാസ പീസ് അക്കോർഡൊക്കെ വളരെ ശക്തമായ രീതിയിൽ നിലപാടെടുത്ത് മുന്നോട്ട് വന്നിരുന്ന ട്രംപ് ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ തന്നെ ഒരു യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു അപ്രൂവൽ റേറ്റ് അത് താഴോട്ട് പോകാനാണ് സാധ്യത. ഇപ്പം തന്നെ അമേരിക്കയുടെ ഉള്ളിൽ ട്രംപിനെതിരെ ഇസ്രായേൽ ഫസ്റ്റ്, അമേരിക്ക ഫസ്റ്റ് അല്ല ഇസ്രായേൽ ഫസ്റ്റ് ആണ് ട്രംപിൻ്റെ പോളിസി എന്നുള്ള വിമർശനങ്ങളുമായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ ഈ ഡെമോക്രറ്റിക് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം ട്രംപ് തുടങ്ങി വെച്ച ഈ ഒരു റീജിയണൽ കോൺഫ്ലിക്റ്റിൽ സൗദി അറേബ്യയ്ക്കും ഇറാനും ഇടയിൽ ഇപ്പം ഈ ഇടപെട്ട കാലത്ത് ഇച്ചിരി ഊഷ്മളമായ ബന്ധം ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നു. ആ ബന്ധം പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ്. ഇറാനും ഇത് മുൻകൂട്ടി കാണുന്നുണ്ട്. ഗൾഫ് റീജിയനിലുള്ള പല രാജ്യങ്ങളും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യും, അമേരിക്കയും ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്ത് ഇറാനെതിരെ ശക്തമായ നിലപാടെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു പോസിബിലിറ്റി ഇറാനും മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാന് ഒരു തരത്തിലും ഒരു ജിയോ പൊളിറ്റിക്കൽ അഥവാ ഒരു ഡിപ്ലോമാറ്റിക് നിലപാടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൺഫ്യൂസ് ആയി നിൽക്കുന്നത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പേടി ഇസ്രായേൽ അവരുടെ ബോർഡറിൻ്റെ അടുത്ത് എത്തും എന്നുള്ളതാണ്. ഇറാനിൽ ഉണ്ടാകുന്ന റെജീം ചേഞ്ചിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന രാജ്യം പാകിസ്ഥാനാണ്. അതിൽ യാതൊരു മാറ്റമില്ല. തീർച്ചയായിട്ടും ഇറാനിൽ റെജീം ചേഞ്ച് ഉണ്ടായാൽ ആ റെജീം ഇന്ത്യയെ അനുകൂലിക്കുമോ ഇല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തുമോ, ഇത്തരത്തിലുള്ള ചെറിയ ഡൗട്ടുകൾ മാത്രമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അവർക്ക് ഏത് റെജീം ചേഞ്ച് അവിടെ നടന്നാലും ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ഒരു രാജ്യത്തിനും ഗ്ലോബലി തന്നെ വ്യാപാരത്തിൽ, ട്രേഡിൽ വലിയ രീതിയിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം അത്രമാത്രമാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ, ഇന്ത്യയുടെ മാർക്കറ്റ്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്തും പൊട്ടൻഷ്യലും ഉള്ള സ്ഥിതിക്ക് ഇന്ത്യ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് റെജീം അവിടെ വന്നാലും ഇന്ത്യയുമായിട്ടുള്ള കച്ചവടത്തിനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾക്കും ഒരു തരത്തിലുള്ള വിള്ളലും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ പാകിസ്ഥാന് ഇത് പ്രശ്നമാണ്. അതാണ് മൊത്തത്തിൽ അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. വളരെ രസകരമായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ സെനാരിയോ ആണ് നമ്മളിവിടെ പങ്കുവച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.